ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. ദസറ ലീവൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. എനിക്കാണെങ്കിൽ ഒരു മൂഡും ഇല്ല, ഒന്നുമില്ല. ഉണ്ടാക്കാനാണെങ്കിൽ അതിന് വേണയൊക്കെ സാധനങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയുണ്ട്, അതൊക്കെ പുഴുങ്ങിയിട്ട് അതിനെ അങ്ങനെ തന്നെ കൊടുക്കാൻ. പിന്നെ വിചാരിച്ച് വേണ്ട മുട്ട ചാട്ടാക്കിയിട്ട് കൊടുക്കാമെന്ന്. അങ്ങനത്തെ ബോയിലാക്കിയ മുട്ട എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൂലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഇടാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. കൊറിയൻഡർ ലീവ്സ് പോലും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കാമെന്ന്. പക്ഷേ ഇങ്ങനെ കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനത്തെ മുട്ടയൊക്കെ ഞാനിങ്ങനെ 2 കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി എത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും നല്ലതാണ് കേട്ടോ. പക്ഷേ കുട്ടികൾ കഴിക്കുവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാനില്ല, അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇംലി ചട്നി ഇട്ട് കൊടുത്തു കേട്ടോ. അതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ട് ഇതിൻ്റെ. ഇങ്ങനെ ഇംലി ചട്നി ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് എരിവിനായിട്ട് പെപ്പർ പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ആംചൂർ പൗഡറാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാട്ട് മസാല ഇട്ട് കൊടുത്താൽ മതി, പക്ഷെ അത് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് അധികം തന്നെ പെപ്പർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഞാനിതിൽ ഇംലി ചട്നിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാട്ട് മസാല. നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. പക്ഷേ ഇംലി ചട്നിയുടെ ടേസ്റ്റ് അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ആക്കാൻ പോവാം. അപ്പോൾ ഞാനിത് 1 ബൈറ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ കടിച്ച് ഇങ്ങനെ 2-3 ബൈറ്റാക്കിയിട്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല. പക്ഷേ ഇങ്ങനെ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് 1 ബൈറ്റായിട്ട് കഴിക്കണം. കേൾക്കുന്നുണ്ടോ? നല്ല രസമില്ല കഴിക്കാൻ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞാൻ രണ്ടാമത് എടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതിൽ ഉള്ളി അധികം ഉണ്ടെങ്കിൽ ആവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉള്ളി ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും പറയുക, ഷെയർ ആക്കുക, സപ്പോർട്ട് ആക്കുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.